ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈവനിങ്ങിലും അതല്ലെങ്കിൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഈസി മെത്തേഡിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോക്കാം. മൾട്ടി ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫില്ലിങ് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് ഈ ഉള്ളി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. നല്ല ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ, ഒന്ന് ചെറുതായി കളർ ചേഞ്ചായി വരുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല പൗഡറും ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്ര സ്പൈസസ് ഇതിന് വേണ്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ റോസ്മെല്ല് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 200 ഗ്രാം ചിക്കൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അത് ഷ്രെഡ് ചെയ്ത് എടുത്തതാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മസാലയെല്ലാം മിക്സ് ആവുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫില്ലിങ്. പിന്നെ അടുത്ത ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ ചിക്കൻ്റെ മസാല ആക്കിയ പോലെ അങ്ങനെ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് അങ്ങനെ എഗ്ഗ് ഇട്ടിട്ട് മസാല ആക്കി എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വെറുതെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം, ഒരു ദോശമാവ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ദോശ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ദോശമാവിൻ്റെ ഒരു തിക്നെസ് മതി. വെള്ളം കൂടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ദോശ റെഡിയായി കിട്ടൂല. അപ്പോൾ അതാ ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് ഓരോരോ ദോശയായിട്ട് നല്ല അധികം കട്ടിയിലല്ലാണ്ട് നല്ല തിന്നും അല്ലാത്ത ഒരു ലെവലിൽ ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ അതേ ലുക്കിൽ ഉള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുക്കണ്ട, കുറച്ച് ഹാർഡായിട്ട് വേണം ഉണ്ടാവാൻ. അതല്ലെങ്കിൽ നമ്മൾ ഇത് മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ ഇത് ലെയർ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എഗ് ബാറ്ററിൽ മുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ട് വേണം എടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആക്കാണ്ട് കുറച്ചിങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ചപ്പാത്തീൻ്റെ ഒരു രൂപത്തിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുക്കാം.
ഇനി ഈ ദോശകളെല്ലാം ഡിപ്പ് ചെയ്തെടുക്കാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് ആദ്യം മുട്ടയും പാലും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും പുരട്ടി കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നെങ്കിലാണ് പെട്ടെന്ന് ഇളകി കിട്ടുള്ളൂ വെന്ത് വരുമ്പോൾ. അപ്പോൾ എല്ലാ സൈഡിലും ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി നമ്മൾ എഗ് ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഓരോരോ ദോശയായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ 2 ദോശ വെച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴത്തെ ലെയർ 2 ദോശ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അത്യാവശ്യം ഫില്ലിങ് തന്നെ വെച്ച് കൊടുക്കണം, കുറച്ചധികം തന്നെ. അത് സൈഡിലേക്കൊന്നും ആക്കണ്ട, സെൻറ്റർ ഭാഗത്ത് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് മൾട്ടി ലെയറായിട്ട് ചെയ്യണ്ടെങ്കിൽ ഈ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരൊറ്റ ലെയർ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ മൾട്ടി ലെയറായിട്ട് കിട്ടും. ഇനി അടുത്ത ദോശ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര ലെയർ കിട്ടുമോ ഒരു 5 6 ലെയറാക്കിയിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മസാലാസ്, ചെമ്മീൻ, ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ, ഇങ്ങനെ മൾട്ടി ലെയറായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലെയറിൽ ചിക്കൻ വെച്ച് കൊടുക്കുക, ഒരു ലെയറിൽ ബീഫ് വെച്ച് കൊടുക്കുക, ഒരു ലെയറിൽ എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ലെയറിൽ ചെമ്മീൻ മസാല ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ മൾട്ടി ലെയറായിട്ട് നമുക്ക് ചട്ടിപ്പത്തിരി അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റ ഫില്ലിങ് മാത്രമാണ് വെക്കുന്നുള്ളൂ. പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എഗ്ഗ് പുഴുങ്ങിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലിഡ് വെച്ചിട്ട് മൂടി കൊടുക്കുക. ഇനി ഒരു പഴയ ദോശത്തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകൾ വശം ഒന്ന് മൊരിഞ്ഞ് കളറെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ വരട്ടിയിട്ട് ദോശത്തവയിലേക്ക് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ദോശ അല്ലാണ്ട് ചപ്പാത്തി ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈസി മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെല്ലാം ലെയർ വെക്കണോ, ഏതെല്ലാം ഫില്ലിങ് വെക്കണോ അതെല്ലാം ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയറായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട ഫില്ലിങ്ങുകൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ.